ഫൈബർ നമുക്ക് ആവശ്യമില്ല, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആകെക്കൂടെ ആവശ്യമുള്ള സാധനം പ്രോട്ടീനും ഫാറ്റുമാണ്. ഇങ്ങനെ പറയുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇവരെല്ലാം ഒറ്റ കൊടക്കീഴിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. അത് നമുക്ക് അവരെ കാണുമ്പോഴേ അറിയാം. ഇവർ ജിമ്മിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഇവരെ കണ്ടാലേ അറിയാം. കാരണം ഇവരെക്കാട്ടിലും ബോഡി ഞങ്ങൾ അവിടെ കളിക്കാൻ പോകുന്ന പിള്ളേർക്കുണ്ട്. അവരെ കാണാൻ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ജിമ്മിൽ പോയി എക്സ്പീരിയൻസ് ഉള്ള വർക്കൗട്ട് ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പോകത്തില്ല. കാരണം ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരാളോട് പറയാം ഫൈബർ എടുക്കണ്ട, ഫൈബർ എടുത്തില്ലെങ്കിൽ എടുക്കാതിരുന്നാൽ ഇങ്ങനെയാണ് ഗുണം, ഫൈബർ എടുത്താൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും പറയുന്നത് മണ്ടത്തരവാന്നുള്ളത്. ഇതേതോ ജിമ്മിൽ പോയി ട്രെയിനറായിട്ട് ഇരുന്നാൽ കുറച്ച് കാശ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കണ്ട് പഠിക്കാൻ പോയി മനപ്പാടമാക്കി ക്യാമറ ഫ്രണ്ടിൽ ഇരുന്ന് പറയുന്നതാണ്. നമുക്കൊരു ദിവസം ഫൈബർ കഴിച്ചാൽ നമുക്ക് പിറ്റേ ദിവസം അതിന്റെ കാര്യം മനസ്സിലാവും. കാരണം കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് ഫൈബർ എടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കോളൻ ക്യാൻസർ വരാതെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഫൈബറാണ്. അതിന് കുറെ ബെനിഫിറ്റ് ഉണ്ട് ഫൈബറിന്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ വേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ബോഡിയിൽ 60% കലോറീസും വേണ്ടത് കാർബോഹൈഡ്രേറ്റിനാണ്. പിന്നെ അതിന്റെ ചേഞ്ചസ് വരുത്തുന്നത് നമ്മുടെ ഗോളിനനുസരിച്ചാണ് ചേഞ്ചസ് വരുത്തുന്നത്. നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യാനായിട്ടാണ് 20% നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന കലോറീസ് വേണം. അതുപോലെ തന്നെ പല ഓർഗൻസ് വർക്ക് ചെയ്യാൻ വേണം, ഡൈജഷൻ ചെയ്യാൻ വേണം, പലതിനും കാര്യമുണ്ട് കാർബോഹൈഡ്രേറ്റ് കൊണ്ട്. ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും പോയി പഠിച്ച് മനപ്പാടമാക്കിയിട്ട് ക്യാമറ ഫ്രണ്ടിൽ ഇരുന്ന് മാത്രം പറഞ്ഞാതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കുക.